ഗസയിൽ സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും പോലും ഇസ്രായേൽ സേന തുടരുന്ന ക്രൂരതകൾക്ക് കയ്യും കണക്കുമില്ല. ഇൻക്യുബേറ്ററിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെപ്പോലും അധിനിവേശ സേന പൈശാചികമായി കൊന്നൊടുക്കുകയാണ്. പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലും പേടിച്ച് ഗർഭിണികളെപ്പോലും മരണത്തിലേക്ക് തള്ളിവിടുകയാണ് അവർ. ഇതിനിടെ ഇസ്രായേൽ ക്രൂരതയുടെ ആഴം വെളിവാക്കുന്ന മറ്റൊരു സംഭവം കൂടി പുറത്തു വന്നിരിക്കുന്നു. മറവി രോഗം ബാധിച്ച 82-കാരിയെ ഗസയിൽ നിന്ന് പിടികൂടി ഇസ്രായേൽ സേന തടങ്കലിലാക്കി. ഇസ്രായേൽ ഷെല്ലാക്രമണത്തെ തുടർന്ന് വീട്ടിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ഫഹ്മിയ ഖാലിദിയെയാണ് തടവിലാക്കിയത്. വീൽചെയറിലാണ് ഇവർ ജീവിതം തള്ളി നീക്കുന്നത്. നിയമവിരുദ്ധ പോരാളി എന്ന ചാപ്പ കുത്തിയാണ് ഇസ്രായേൽ സൈന്യം വയോധികയെ അറസ്റ്റ് ചെയ്തതെന്നാണ് റിപ്പോർട്ട്. ഗസയിലെ സ്കൂളിൽ അഭയാർത്ഥിയായി കഴിയവേ ഡിസംബർ ആദ്യവാരമാണ് പിടിച്ചുകൊണ്ടുപോയത്. ഡാമൻ ജയിലിലാണ് അൽഷിമേഴ്സ് ബാധിതയായ 82-കാരിയെ പാർപ്പിച്ചതെന്ന് മാധ്യമപ്രവർത്തകയായ അമീറ ഹാസ് പറയുന്നു. ഫിസിഷ്യൻസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന സംഘടനയിലെ ഒരു അഭിഭാഷകൻ അവരുമായി കൂടിക്കാഴ്ച നടത്താൻ ശ്രമിച്ചെങ്കിലും ഇസ്രായേൽ അധികൃതർ തടഞ്ഞതായും റിപ്പോർട്ടുണ്ട്. മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ് വൃദ്ധയുടെ തടവ് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇസ്രായേലിലെ ഡാമൻ ജയിലിലാണ് വൃദ്ധയെ പാർപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായത്. ഡാമൻ ജയിലിൽ ഇവരെ പോലെ വീൽചെയറിൽ കഴിയുന്ന നിരവധി രോഗികളെ ഇസ്രായേൽ തടവിലിട്ടിട്ടുണ്ടെന്ന് നേരത്തെ വിട്ടയക്കപ്പെട്ട തടവുകാർ വെളിപ്പെടുത്തിയിരുന്നു. തുടർന്ന് അവിടെ നിന്നും മോചിപ്പിച്ച ഫഹ്മിയ ഖാലിദിയെ തെക്കൻ ഗസയിലെ റഫയിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറവി രോഗം ബാധിച്ചതിനാൽ തടവുകാലത്തുള്ള സംഭവങ്ങളൊന്നും ഓർത്തെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ലെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇസ്രായേൽ ക്രൂരത മൂലം മാതാപിതാക്കളെ പൂർണ്ണമായും ഒരാളെയോ നഷ്ടപ്പെട്ട 24,000-ലേറെ കുരുന്നുകൾ ഗസയിൽ മാത്രമുണ്ടെന്ന് യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പുറത്തുവിട്ട റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നട്ടലിന് ക്ഷതമേറ്റ ആശുപത്രിക്കിടക്കയിൽ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കഴിയുന്ന 10 വയസ്സുകാരൻ ഇബ്രാഹിം അബു മൂസ അതിൽ ഒരുവനാണ്. മാതാവിനെയും പിതാമഹനെയും സഹോദരിയുമാണ് അവന് നഷ്ടമായത്. ആശുപത്രിയിൽ മറ്റൊരിടത്ത് അവരും ചികിത്സയിലാണെന്നായിരുന്നു ഏറെ നാൾ അവനെ വിശ്വസിപ്പിച്ചത്. എന്നാൽ പിതാവിൻ്റെ ഫോൺ വെറുതെ തുറന്നു നോക്കിയപ്പോൾ കണ്ട ചിത്രങ്ങളാണ് അവനെ യാഥാർത്ഥ്യത്തിലേക്ക് കണ്ണു തുറപ്പിച്ചത്. അൽ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിൽ മാതാവിൻ്റെ മടിയിലാണ് മിസൈൽ പതിച്ചതെന്നും ദിവസങ്ങളെടുത്താണ് അവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ പെറുക്കിയെടുത്തതെന്നും മറ്റൊരു അനാഥനായ ആബിദ് ഹുസൈൻ പറയുന്നു. ഉമ്മയും ഉപ്പയും ഒന്നിച്ചാണ് ഒറ്റ മിസൈലിൽ അവർക്ക് നഷ്ടമായത്. ഇതിൻ്റെ കടുത്ത വേദനകൾക്കിടയിൽ ഭക്ഷണവും കുടിവെള്ളവും ഇല്ലാത്ത പ്രയാസം കൂടിയാകുമ്പോൾ എന്തു ചെയ്യണമെന്നാണ് അവരെ കുഴയ്ക്കുന്നത്. റൊട്ടിയുണ്ടാക്കാൻ ഗോതമ്പ് പൊടി വാങ്ങാൻ പോയപ്പോഴായിരുന്നു കിൻസ ഹുസൈൻ്റെ പിതാവ് കൊല്ലപ്പെട്ടത്. കണ്ണുകളില്ലാത്ത മൃതദേഹം മുന്നിൽ കിടത്തിയ കാഴ്ച കിൻസയെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്. ഇസ്രായേൽ അധിനിവേശ ഭീകരാക്രമണത്തെ തുടർന്ന് ഇതുവരെ 17 ലക്ഷം പേർ അഭയാർത്ഥികളായ ഗസയിൽ മുതിർന്നവരായ ആരും നോക്കാനില്ലാത്ത 19,000 കുട്ടികളുടെ പരിചരണമാണ് ഏറ്റവും വലിയ വേവലാതിയെന്ന് കുട്ടികൾക്കായുള്ള UN സംഘടന യൂനിസെഫ് പറയുന്നു. പലരെയും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പെറുക്കിയെടുത്തതാണെന്നും ആരോരുമില്ലാത്തവരാണെന്നും സംഘടനയുടെ ഫലസ്തീൻ പ്രതിനിധി ജനാദൻ ക്രിക് ചൂണ്ടിക്കാട്ടുന്നു. ചെറുപൈതലുകൾ പലർക്കും പേര് പോലും പറയാൻ അറിയാത്തതിനാൽ തിരിച്ചറിയൽ പോലും ദുഷ്കരമായ അവസ്ഥയാണ് ഇവിടെയുള്ളത്. ഇതിനിടെ ഖാൻ യൂനിസിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർന്ന വീടിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ 12 ഫലസ്തീനികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി പ്രാദേശിക വാർത്താ ഏജൻസിയായ ഫലസ്തീൻ ഇൻഫർമേഷൻ സെന്റർ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം പിന്മാറിയ ശേഷം സ്കൂളിൽ പ്ലാസ്റ്റിക് ബാഗിൽ പൊതിഞ്ഞ നിലയിൽ നിരവധി ഫലസ്തീനികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. വടക്കൻ ഗസയിലെ സ്കൂളിലാണ് നിരവധി ഫലസ്തീനികളുടെ മൃതദേഹം കണ്ടെത്തിയത്. ഹിബ്രു ഭാഷയിലുള്ള എഴുത്തുള്ള പ്ലാസ്റ്റിക് കേബിൾ കൊണ്ട് ബന്ധിച്ച നിലയിലായിരുന്നു മൃതദേഹം വെച്ച ബാഗുകൾ. ബെയ്ത്ത് ലേഹിയയിലെ ഖലീഫ ബിൻ സായിദ് എലമെന്ററി സ്കൂളിലാണ് 30 ഫലസ്തീനികളുടെ മൃതദേഹം കണ്ടെത്തിയതെന്ന് അൽ ജസീറ അറബിക്കും പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലി സൈന്യം പ്രദേശത്ത് നിന്ന് പിന്മാറിയ ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത്. കേബിളുകൾ കെട്ടാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സിപ്പ് കൊണ്ട് കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ വെച്ച ബാഗുകൾ ഉണ്ടായിരുന്നതെന്നും അവശിഷ്ടങ്ങൾക്കിടയിലാണ് അവ കണ്ടെത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 4 മാസമായി ഗസയിൽ തുടരുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ 27,019 പേർ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പരിക്കേറ്റവരുടെ എണ്ണം 66,139 ആയി.